കൂട്ടത്തിൽ ഒരു മിസ് പ്രിൻസിപ്പലിനെ പോയി കണ്ടു. അയാൾ CCTV പരിശോധിക്കാമെന്ന് കാശിയോട് പറഞ്ഞു. അയാൾ അയാളുടെ ലാപ്പെടുത്തു. ലിനിയും ആഷ്ലിയും, സാക്ഷി പറഞ്ഞ പെൺകുട്ടിയും, പാറുവും അനന്തനും കാശിയും ലാവണ്യയും 2-3 മിസ്സുമാരും റോഷനൊഴിച്ചു ബാക്കി എല്ലാവരും ഓഡിറ്റോറിയത്തിൽ പോയി പ്രോഗ്രാം കാണാൻ പ്രിൻസിപ്പൽ പറഞ്ഞു. അയാൾ ലാപ്പിൽ ആ ഗ്രൗണ്ടിലെ സീൻസ് എടുത്തു. അതിൽ പാറു ഫോണുമായിട്ട് സ്റ്റെപ്പിനടുത്തേക്ക് പോകുന്നതും കുറച്ചു കഴിഞ്ഞ് ലിനി സ്റ്റെപ്പിന്റെ അടുത്തേക്ക് നടന്നു പോയിട്ട് അതുപോലെ തന്നെ തിരികെ വരുന്നതും കണ്ടു. കുട്ടിയല്ലേ പറഞ്ഞത് ആഷ്ലിയാണ് ഈ കുട്ടിയെ തള്ളിയിട്ടെന്ന്? എന്നിട്ട് ഇതിൽ ഒരിടത്ത് പോലും ആഷ്ലി കാണുന്നില്ലല്ലോ. പകരം ലിനിയാണല്ലോ അവിടേക്ക് പോകുന്നത്. അതും പോയതുപോലെ തന്നെ തിരികെ പോകുന്നതുമുണ്ട്. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? താൻ എന്തിനാ കള്ളം പറഞ്ഞത്? താൻ ശരിക്കും കണ്ടോ ഈ കുട്ടി ചിന്മയെ തള്ളിയിടുന്നത്? അയാൾ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു. എല്ലാവരുടെയും കണ്ണുകൾ ആ കുട്ടിയുടെ നേരെയായി. അത് ഞാൻ. അവൾ ലിനിയെ നോക്കി. ഒരു കാര്യം ചെയ്, ഇതിനൊരു ഉത്തരം കണ്ടെത്തി നാളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. പ്രിൻസിപ്പൽ അവളെ നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി. അത് ഞാൻ പറയാം. അവൾ പറഞ്ഞതും ലിനി ഞെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി. എല്ലാവരും എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ തന്നെ നോക്കി. ലിനി ചേച്ചി പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞത്. ഈ കുട്ടി തള്ളിയിട്ടത് ലിനി ചേച്ചിയാ, ഞാൻ കണ്ടതാ. അവൾ എല്ലാവരെയും നോക്കി മറുപടി പറഞ്ഞു. എല്ലാവരും ലിനിയുടെ മുഖത്തേക്ക് നോക്കി. ആഷ്ലിയുടെ മുഖത്ത് അമ്പരപ്പായിരുന്നു. കാശിയുടെ മുഖമാണെങ്കിൽ ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. റോഷനും അവളെ ദേഷ്യത്തോടെ തന്നെ നോക്കി. പിന്നെന്തിനാ കുട്ടി കള്ളം പറഞ്ഞത്? പ്രിൻസിപ്പൽ ദേഷ്യത്തോടെ ആ കുട്ടിയെ നോക്കി ചോദിച്ചതും അവൾ വീണ്ടും ലിനിയുടെ മുഖത്തേക്ക് നോക്കി. ലിനി ആരെയും നോക്കാതെ മുഖം കൊനിച്ചു. ആഷ്ലി അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ ലിനിയുടെ അടുത്തേക്ക് ചെന്ന് നിന്നിട്ടും ലിനി തല ഉയർത്തി അവളെ നോക്കിയില്ല. ലിനി, അവൾ വിളിച്ചതും അവൾ തല ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ? എന്തിനാ നീ എന്നെ കൊടുക്കാൻ നോക്കിയത്? ആഷ്ലി സംശയത്തോടെ അവളോട് ചോദിച്ചു. എന്നിട്ടും അവളൊന്നും മിണ്ടുന്നില്ലായിരുന്നു. അത് കണ്ട് ആഷ്ലിക്ക് ദേഷ്യം വന്നു. ആഷ്ലി അവളുടെ കവളിൽ ആഞ്ഞടിച്ചു. നിന്റെ നാവിറങ്ങിപ്പോയോ? എന്തിനു വേണ്ടിയിട്ടാ നീ ഇങ്ങനെ ചെയ്തതെന്ന് അവൾ ദേഷ്യത്താൽ വീണ്ടും ചോദിച്ചു. ആഷ്ലി, ഇവിടെ കയ്യാങ്കളിയൊന്നും നടക്കില്ല. പ്രിൻസിപ്പൽ അവളെ വിലക്കി. ലിനി, നിന്നോടാ ഞാൻ ചോദിക്കുന്നത്. നീ എന്തിനിങ്ങനെയൊക്കെ ചെയ്തതെന്ന്? രാവിലെ മമ്മയെ വിളിച്ച് അതൊക്കെ പറഞ്ഞപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഒന്നും വേണ്ടെന്ന്. എന്തിനാ പിന്നെ നീ ഇത് ചെയ്തത്? അവൾ ദേഷ്യത്തോടെ തന്നെ വീണ്ടും ചോദിച്ചു. ഇവന് വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ എനിക്കിഷ്ടമല്ല നിങ്ങളുടെ ബന്ധം, അവൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് നിനക്ക് ഞങ്ങളുടെ ബന്ധം ഇഷ്ടമല്ലാത്തത്? ഞങ്ങളുടെ ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളായുള്ള ബന്ധമാ. അപ്പോഴൊന്നും നിനക്ക് തോന്നാത്തത് ഇപ്പം എന്താ നിനക്ക് തോന്നിയത്? അവൾ ദേഷ്യത്തോടെ വീണ്ടും ചോദിച്ചു. എന്നാൽ അവൾ അതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല. നിന്നോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അവൾ വീണ്ടും ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് ചോദിച്ചു. ചേസും കാശിയും പാറും ഉൾപ്പെടെ എല്ലാവരും അവരെ രണ്ടുപേരെയും നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ പറയാം. പെട്ടെന്നൊരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി. അനീഷയായിരുന്നു. അനീഷയെ കണ്ടതും ലിനി ഞെട്ടി. ഇവൾക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷൻ ഇഷ്ടമല്ലായിരുന്നു. കാരണം അവൾക്ക് റോഷനെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് നിങ്ങളെ പിരിക്കാൻ അവസരം നോക്കിയിരിക്കുകയായിരുന്നു ഇവൾ. അപ്പോഴാ ചിന്മയ ഇങ്ങോട്ട് വരുന്നത്. ഇവളോട് റോഷനൊരു ഇഷ്ടം തോന്നുന്നു. ആ ഇഷ്ടത്തെ മറ്റൊരു രീതിയിലാക്കി നിന്റെ മനസ്സിൽ ഒരു സംശയം ഉണ്ടാക്കുക എന്നതായിരുന്നു ഇവളുടെ പ്ലാൻ. അനീഷ അവളെ നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൾ ലിനിയെ നോക്കി. ലിനിയുടെ മനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് അവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? അവൾ സംശയത്തോടെ അനീഷയോട് ചോദിച്ചു. അന്ന് നീ ഡാൻസ് ട്രയലിന് വന്നപ്പോൾ ഇവളോട് കളിക്കണ്ടെന്ന് പറഞ്ഞു വിട്ടില്ലേ? പിന്നെ റോഷൻ വന്നിട്ടല്ലേ ഇവളെ ഡാൻസിന് ഉണ്ടാകുമെന്ന് പറഞ്ഞത്? അന്ന് നിന്നെ എരികേറ്റി വിട്ടതിന് ശേഷം എന്നോട് ഇങ്ങനെയൊക്കെ അവൾ പറഞ്ഞത്. അത് കേട്ടതും കാശി സംശയത്തോടെ പാറുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ അങ്ങനെ ഒരു കാര്യം അവനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. കാശിയുടെ നോട്ടം കണ്ടതും പാറുവിൻ്റെ നെഞ്ചിടിക്കാൻ തുടങ്ങി. എന്നിട്ട് നീ എന്താ ഇതുവരെ എന്നോട് പറയാഞ്ഞേ? ആഷ്ലി സംശയത്തോടെ അവളോട് ചോദിച്ചു. ഞാൻ പറഞ്ഞാലും നീ അത് വിശ്വസിക്കില്ല. കാരണം എന്നേക്കാൾ നിനക്ക് വിശ്വാസവും സൗഹൃദവും ഇവളുമായിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പറയാഞ്ഞേ. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം നടന്നത് ഞാൻ അറിഞ്ഞത്. അപ്പം എനിക്ക് മനസ്സിലായി ഇതിന് പിന്നിൽ ഇവൾ തന്നെയായിരിക്കുമെന്ന്. അനീഷ അവളെ നോക്കി പറഞ്ഞു. പിന്നെ കുട്ടി എന്തിനാ കള്ളം പറഞ്ഞത്? ആഷ്ലിയാണ് അത് ചെയ്തതെന്ന്. അത് ചെയ്തത് ആഷ്ലിയാണെന്ന് പറഞ്ഞ പെൺകുട്ടിയെ നോക്കി പ്രിൻസിപ്പൽ ചോദിച്ചു. അത് കേട്ടതും ആ പെൺകുട്ടി ഞെട്ടി അയാളുടെ മുഖത്തേക്ക് നോക്കി. തന്നോട് ചോദിച്ചത് കേട്ടില്ലേ? അയാൾ വീണ്ടും ആ പെൺകുട്ടിയോട് ദേഷ്യത്താൽ ചോദിച്ചു. അത് ഞാൻ ഈ ചേച്ചിയെ ചെയ്തതെന്ന് കണ്ടിരുന്നു. ഞാനത് കണ്ടെന്ന് മനസ്സിലായപ്പോൾ ഈ ചേച്ചി എൻ്റെ അടുത്ത് വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. ആരോടെങ്കിലും പറഞ്ഞു അപ്പം കാണാമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. പിന്നെ എന്നോട് പറഞ്ഞു അത് ആഷ്ലി ചേച്ചി ചെയ്തതാണെന്ന് പറയണമെന്ന്. പേടിച്ചിട്ടാ. സോറി സർ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഓക്കെ, ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു, അയാൾ അവളെ നോക്കി താക്കീതോടെ പറഞ്ഞു. അതിനാ പെൺകുട്ടി അയാളെ നോക്കി തലയാട്ടി. ലിനി, അയാൾ വിളിച്ചതും അവൾ ഞെട്ടി അയാളുടെ മുഖത്തേക്ക് നോക്കി. യു ആർ സസ്പെൻഡഡ് ഫ്രം ദിസ് കോളേജ് ഫോർ 1 month.
അയാൾ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ടീച്ചേഴ്സ് ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം അവളെ പുച്ഛത്തോടെയും ദേഷ്യത്തോടെയും നോക്കി. സോറി മിസ്റ്റർ. അയാൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കാശിനാഥൻ. അവൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. ആ മിസ്റ്റർ കാശിനാഥൻ, ഇനി ഇങ്ങനെ ഉണ്ടാകാതെ ഞങ്ങൾ നോക്കിക്കോളാം. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഫ്രഷേഴ്സ് ഡേയാ, കുട്ടികളെല്ലാവരും ആഗ്രഹിച്ചിരിക്കുക. അയാൾ ദയനീയമായി കാശിയുടെ മുഖത്തേക്ക് നോക്കി. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നില്ല സർ. ഇനി ഇങ്ങനൊരു പ്രശ്നം എൻ്റെ പെണ്ണിന് ഇവിടെ ഉണ്ടാകരുത്. അവനും അയാളോട് തിരികെ പറഞ്ഞു. ഇല്ല, ഒരിക്കലും ഇല്ല. അത് ഞങ്ങൾ നോക്കിക്കോളാം. അയാൾ ഉറപ്പ് നൽകി. ചിന്മയ ഓക്കെ അല്ലേ? പ്രിൻസിപ്പൽ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. കാലുവേദനയുണ്ട്, അവൾ മറുപടി പറഞ്ഞു. സോറി, അയാൾ അവളോട് പറഞ്ഞതും അവൾ തലയാട്ടി. ഓക്കെ സർ, അവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. പിന്നെ പാറുവിൻ്റെ കയ്യിൽ പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു. ലാവണ്യ അവൻ പിടിച്ചിരിക്കുന്ന അവളുടെ കൈകളിലേക്ക് നോക്കി. കാശി അവളെയും കൊണ്ട് ലിനിയുടെ മുൻപിലേക്ക് ചെന്ന് നിന്നു. അവൾ കാശിയുടെ മുഖത്തേക്ക് പേടിയോടെ നോക്കി. ഇത് എൻ്റെ പെണ്ണാ, ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണ്. എൻ്റെ പെണ്ണിൻ്റെ കണ്ണ് നിറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരുത്തനെയും ഈ കാശിനാഥൻ വെറുതെ വിടാറില്ല. നീ ഒരു പെണ്ണായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ കൈവെക്കാത്തത്. ഇന്ന് വരെ ഒരു പെണ്ണിൻ്റെ ദേഹത്ത് കാശിനാഥൻ കൈവച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഒന്നും ചെയ്യാത്തത് എന്ന് കരുതി ഇനി മേലാൽ എൻ്റെ പെണ്ണിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം നിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ കാശിനാഥൻ്റെ മുൻപിൽ പെണ്ണെന്നും ആണെന്നും ഒരു വേർതിരിവുണ്ടാവില്ല. അവൻ ദേഷ്യത്തോടെ അവളുടെ നേരെ കൈകൾ ചൂണ്ടി പറഞ്ഞെങ്കിലും മറുകൈയിൽ തൻ്റെ പെണ്ണിനെ അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. അവൻ ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കിയതിനു ശേഷം പാറുവിനെ കൂട്ടി ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങി. അനന്ത, ദേ വണ്ടിയെടുക്ക്. അവൻ കയ്യിലുണ്ടായിരുന്ന കീ എടുത്ത് അനന്തൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് വണ്ടി എടുക്കാനായിട്ട് പോയി. കാശിയേട്ടാ, അവൻ്റെ മുഖം കണ്ട് അവൾ സംശയത്തോടെ വിളിച്ചു. വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. അവൻ ഗൗരവത്തോടെ തന്നെ മറുപടി പറഞ്ഞു. അത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഡാൻസിൻ്റെ ട്രയൽ സെക്ഷനിൽ നടന്നത് അവനോട് പറയാത്തതിൻ്റെ ദേഷ്യമാണ് അവനെന്ന് അവൾക്ക് മനസ്സിലായി. ചിന്മയ്. അവർ കാറിനടുത്തേക്ക് പോകാൻ നിന്നതും വൃന്ദ പുറകിൽ നിന്നും അവളെ വിളിച്ചു. അത് കേട്ടതും കാശിയും അവളും തിരിഞ്ഞു നോക്കി. എങ്ങനെയുണ്ട് നിനക്ക്? വേദനയാണോ? അവൾ സംശയത്തോടെ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. വേദനയുണ്ട്. പാറു അവളെ നോക്കി മറുപടി പറഞ്ഞു. കാശിയേട്ടാ, ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ചിട്ട് പോയാൽ മതി കേട്ടോ. വൃന്ദ അവനെ ഓർമ്മിപ്പിച്ചു. അതേ ഉള്ളു മോളെ, പോവട്ടെ, അവൾക്ക് നല്ല വേദനയുണ്ട്. അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു. ശരിയേട്ടാ, ഞാൻ വൈകിട്ട് വിളിച്ചോളാം. ശരിക്കും ഞാൻ പേടിച്ചു പോയി. ഒരിക്കലും ഇതിൻ്റെ പിന്നിൽ അവരായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ആദ്യം ഞാൻ കരുതിയ അന്ന് ഞങ്ങളെ റാഗ് ചെയ്തവരായിരിക്കും. ഞാൻ കരുതിയ ആശ്ലി ചേച്ചി ആയിരിക്കുമെന്ന്. വൃന്ദ പറഞ്ഞതും പാറു ഞെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി. ആര് റാഗ് ചെയ്ത കാര്യവാ? കാശി അത് കേട്ടതും സംശയത്തോടെ വൃന്ദയെ നോക്കി ചോദിച്ചു. പാറു ഞെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി വേണ്ട എന്ന് തലയനക്കി. ഒന്നുമില്ല, വെറുതെ, അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങി. വൃന്ദ, അവൻ ദേഷ്യത്തോടെ അവളെ വിളിച്ചു. ആരാ റാഗ് ചെയ്തത്? ചോദിച്ചത് കേട്ടില്ലേ? അവൻ്റെ ഒച്ച ഉയർന്നതും അവർ രണ്ടുപേരും ഞെട്ടി. വൃന്ദ തത്ത പറയുന്നത് പോലെ എല്ലാം അവനോട് പറഞ്ഞു. അതൊക്കെ കേട്ടതും അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അവൻ പാറുവിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൈകൾ അവളുടെ കയ്യിൽ മുറുകിയിരുന്നു. കാശിയേട്ടാ, അവൾ ദയനീയമായി വിളിച്ചു. മിണ്ടിപ്പോകരുത്, അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും വൃന്ദ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി. അത് ചേട്ടാ. വൃന്ദ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ കൈകൾ ഉയർത്തി അവളെ തടഞ്ഞു. വൃന്ദ ക്ലാസ്സിലേക്ക് പോയിക്കോ, അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാനാകാതെ പാറുവിനെ ഒന്ന് നോക്കിയിട്ട് ക്ലാസ്സിലേക്ക് നടന്നു. അപ്പോഴേക്കും അനന്തൻ കാറുമായിട്ട് അവിടേക്ക് വന്നിരുന്നു. കാശി പാറുവിനെ പതിയെ പുറകിലത്തെ ഡോറ് തുറന്നിട്ട് കാറിലേക്ക് കയറ്റി. അവനും അവളുടെ അടുത്തേക്ക് തന്നെ കയറിയിരുന്നു. കാശിയേട്ടാ, അവൾ വീണ്ടും അവൻ്റെ തുടയിൽ കൈവച്ചുകൊണ്ട് വിളിച്ചതും അവൻ ദേഷ്യത്തോടെ അവളുടെ കൈകൾ തട്ടിമാറ്റി. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അവൻ അവളെ നോക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. അനന്ത, അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിർത്ത്, അവൻ അനന്തനെ നോക്കി പറഞ്ഞു. പാറു കണ്ണുകൾ നിറച്ചുകൊണ്ട് കാശിയുടെ മുഖത്തേക്ക് നോക്കിയെങ്കിലും അവൻ അവളെ നോക്കാൻ പോയില്ല. അനന്തൻ കണ്ണാടിയിൽ കൂടി ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാറുവിൻ്റെ വിഷമം കണ്ട് അവന് വിഷമം വന്നെങ്കിലും ഇപ്പം പാറുവിന് സപ്പോർട്ടായിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ചെന്നാ അവൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട് അനന്തൻ ഒന്നും മിണ്ടാതെ ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കാശിയേട്ടാ, അവൾ വീണ്ടും അവൻ്റെ കയ്യിൽ പിടിച്ചു. നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ ഫ്രണ്ടിൽ പോയിരിക്കണോ? അവൻ കൈ ചൂണ്ടി ദേഷ്യത്തോടെ അവളോട് ചോദിച്ചതും അവൾ ഞെട്ടി. പിന്നെ അവനെ നോക്കി കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. മിസ് ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നില്ലേ? ലാവണ്യ ഓഫീസിന് വെളിയിൽ നിന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടതും അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റൊരു മിസ് വന്ന് അവളോട് ചോദിച്ചു. മീര പൊയ്ക്കോ, ഞാൻ വന്നോളാം. ലാവണ്യ അവളെ നോക്കി പറഞ്ഞതും അവർ തലയാട്ടിക്കൊണ്ട് ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു. കാശിയുടെ ഭാര്യയാണ് ചിന്മയി എന്നുള്ള സത്യം ഉൾക്കൊള്ളാൻ അവൾക്ക് കുറച്ച് സമയം തന്നെ വേണമായിരുന്നു. എപ്പോഴും തൻ്റെ മനസ്സിൽ വന്ന അവളുടെ ഇഷ്ടത്തെ ഓർത്തതും മനസ്സിലെന്തോ ഒരു ഭാരം ഇരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ആലോചനയ്ക്കിടയിൽ അവളുടെ കയ്യിലിരുന്ന് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടതും അവൾ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. മോളെ, ഞാൻ അവരോട് എന്താ പറയേണ്ടത്? അവർ നാളെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നു.
ഒരു സ്ത്രീ മറുവശത്ത് നിന്നുകൊണ്ട് അവളോടായി ചോദിച്ചു. അവരോട് വരാൻ പറഞ്ഞോളൂ അമ്മേ, എനിക്ക് വിവാഹത്തിന് സമ്മതമാണ്. അവൾ അവരോട് പറഞ്ഞിട്ട് അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ തന്നെ ഫോൺ കട്ട് ചെയ്തു. വഴിയിൽ വെച്ച് എപ്പോഴോ തന്നെ കണ്ടിഷ്ടപ്പെട്ട ആളാണ്. തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്നിരുന്നു. എന്നാൽ അന്നാണ് കാശി ഇവിടെ വെച്ച് കാണുന്നതും എന്തോ ഒരു ഇഷ്ടം അവനോട് തോന്നുന്നതും. ചിന്മയുടെ ചേട്ടനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ വിവാഹം കഴിഞ്ഞതല്ലെന്നും കരുതി. അതുകൊണ്ട് തന്നെ ആ വിവാഹം വേണ്ട എന്ന് വീട്ടിൽ വിളിച്ചു പറഞ്ഞു. പക്ഷെ എന്നിട്ടും അയാൾക്ക് തന്നെ വിവാഹം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. അന്നു മുതൽ വീട്ടിൽ എപ്പോഴും ഓരോ ബ്രോക്കർമാരെ പറഞ്ഞു വിടുകയും അയാളുടെ അച്ഛൻ വീട്ടിൽ വന്ന് സംസാരിക്കുകയും ചെയ്തു. എന്നാൽ തനിക്കെന്തോ ഒരു ഇഷ്ടം തോന്നിയില്ല. പക്ഷെ ഇന്ന് തനിക്ക് മനസ്സിലായി, താൻ ആഗ്രഹിച്ചതാണ് തെറ്റ്. ഒരിക്കലും മറ്റൊരാളുടെ ഭർത്താവിനെ മോഹിക്കാൻ പാടില്ല. ഇത്രയും നല്ലൊരു ആലോചന വന്നിട്ടും സമ്മതിക്കാത്തത് അമ്മയ്ക്ക് വലിയൊരു വിഷമമായിരുന്നു. എന്നോട് ഒന്നും തുറന്നു പറഞ്ഞില്ലെങ്കിലും അമ്മയുടെ ചേച്ചിയെ വിളിച്ച് പറയുന്നത് താൻ കേൾക്കാറുണ്ടായിരുന്നു. സത്യങ്ങൾ അറിഞ്ഞിട്ടും ഇനിയും അമ്മയെ വിഷമിപ്പിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ആ വിവാഹത്തിന് സമ്മതമാണെന്ന് വിളിച്ചു പറഞ്ഞത്. ചിലപ്പോൾ തനിക്ക് വിധിച്ചിരിക്കുന്നത് അയാളെ ആയിരിക്കും. അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു. എടാ ആരോമലെ, നീ എന്താടാ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അവനൊന്നും മിണ്ടാഞ്ഞതും അരുൺ സംശയത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ ഇനി എന്ത് മിണ്ടാനാടാ? അവൻ ദയനീയമായി അരുണിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എനിക്ക് ആ വൃന്ദയെ ഒന്ന് കാണണം. അവൾക്കിതെല്ലാം അറിയായിരുന്നു. എന്നിട്ട് അവൾ പോലും ഒരു വാക്ക് നമ്മളോട് പറഞ്ഞില്ലല്ലോ. അരുൺ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. വേണ്ട, വിട്ടേക്ക്. അവളോട് ചിലപ്പോൾ പറഞ്ഞു കാണും ആരും അറിയണ്ടാന്ന്. അതുകൊണ്ടായിരിക്കും അവൾ പറയാഞ്ഞത്. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഒന്നും ചിന്തിക്കാതെ അങ്ങനെയൊന്നും മനസ്സിൽ തോന്നാൻ പാടില്ലായിരുന്നു. അവൻ ദയനീയമായി അരുണിൻ്റെ മുഖത്തേക്ക് നോക്കി. അതൊന്നും സാരമില്ല. ഇഷ്ടം തോന്നുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. അവൾ വിവാഹം കഴിഞ്ഞതാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നല്ലോ. അയാൾ അവളുടെ ചേട്ടനാണെന്നല്ലേ നമ്മളെല്ലാം കരുതിയത്. അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറ്റിപ്പോയത്. സാരമില്ല. നമ്മുടെ ക്ലാസ്സിൽ ആർക്കും നിനക്ക് അവളോട് ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് അറിയില്ലല്ലോ. ആകെ അറിയാവുന്ന എനിക്ക് മാത്രം. അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്ടം അവളോട് ഉണ്ടായിരുന്നു എന്നുള്ളത് നിൻ്റെയും എൻ്റെയും മനസ്സിൽ മാത്രം ഇരുന്നാൽ മതി. മൂന്നാമതൊരാൾ അറിയണ്ട. അരുൺ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാലും അവളും അയാളും തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസം കാണും? ഏതെങ്കിലും കൊച്ചു പയ്യന്മാരെ അവൾക്ക് കിട്ടില്ലായിരുന്നോ? നീ തന്നെ കണ്ടില്ലേ അവർ രണ്ടുപേരും കൂടി നിൽക്കുന്നത്? കണ്ട ഭാര്യയും ഭർത്താവുമാണെന്ന് ആരെങ്കിലും പറയോ? അയാളുടെ നെഞ്ചിൻ്റെ അത്രയും പോലും ഇല്ല അവള്. ആരോമൽ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു. എത്ര വയസ്സിന് മൂത്തതാണെങ്കിലും അവർ രണ്ടുപേരെയും കണ്ടാൽ അങ്ങനെ പറയില്ലെങ്കിലും അയാൾക്ക് അവളെന്ന് പറഞ്ഞാൽ ജീവനാ. അവൾക്കും അതുപോലെയാ. ഒരു ദിവസം അവളുടെ നാവിൽ എത്ര തവണയാ അയാളുടെ പേര് പറയുന്നത്? അപ്പോൾ അവർ തമ്മിൽ അത്രയും ബന്ധമുള്ളത് കൊണ്ടല്ലേ? അത് നമുക്കെല്ലാവർക്കും മനസ്സിലായ കാര്യമല്ലേ? ചില ബന്ധങ്ങൾ അങ്ങനെ ആരോമലെ. സ്നേഹത്തിനും പ്രണയത്തിനും മുകളിൽ മറ്റൊരു ഫിസിക്കൽ അപ്പിയറൻസ് ബാധകമാവില്ല. അരുൺ പറഞ്ഞതും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ ആരോമലും തലയാട്ടി. അനന്തൻ ഒരു ഹോസ്പിറ്റലിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്ന് കാർ നിർത്തി. കാശി കാറിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം പതിയെ പാറുവിനെ പിടിച്ചിറക്കി. കാശിയേട്ടാ, അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. എന്നിട്ടും അവൻ അവളെ മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. അവനൊന്നും മിണ്ടാതെ അവളെയും കൂട്ടി അകത്തേക്ക് നടന്നു. പിന്നെ റിസപ്ഷനിൽ ചെന്ന് അവളുടെ പേരെഴുതി കാർഡ് വാങ്ങിച്ചതിന് ശേഷം ഡോക്ടറിൻ്റെ മുറിയുടെ വാതിൽക്കൽ ചെന്നിരുന്നു. കാശിയേട്ടാ, എന്നോടൊന്നും മിണ്ടുവോ? എന്തിനെങ്ങനെ പിണങ്ങിയിരിക്കുന്നേ? അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. എന്നാൽ അവനൊന്നും മിണ്ടാതെ ബലമായിട്ട് അവളുടെ കൈകളെ വിടിപ്പിച്ചു. അത് കണ്ട് അവൾക്ക് വിഷമമായി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നെ ഒന്ന് വഴക്കെങ്കിലും പറയോ കാശിയേട്ടാ? ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ തല്ലിക്കോ, അല്ലെങ്കിൽ എന്നെ വഴക്ക് പറ. എന്തിനിങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നു? അവൾ സങ്കടത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇത് ഹോസ്പിറ്റലാ. വെറുതെ എൻ്റെ ഒച്ച എടുപ്പിക്കരുത്. അവൻ താക്കീതോടുകൂടി അവളോട് പറഞ്ഞു. അത് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെയിരുന്നു. അവൾ തന്നോട് മറച്ചു വെച്ചത് ഓർക്കും തോറും കാശിക്ക് ദേഷ്യവും വിഷമവും വന്നു. ഓരോ ദിവസവും കോളേജിൽ നടന്ന ചെറിയൊരു കാര്യം പോലും തൻ്റെ അടുത്ത് ഓടി വന്ന് പറയുന്നവളാണ്. അവൾ ഇത്രയും വലിയ കാര്യം തന്നിൽ നിന്നും മറച്ചു വെച്ചു എന്ന് കാശിക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല.